സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. പ്രധാന വാർത്തകൾ. മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ ധാരണ. പരസ്പര സഹകരണം കൂട്ടുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം. ആരോഗ്യ മേഖലയിൽ വ്യോമസേനയുടെ സഹായം തുടരുമെന്നും ഇന്ത്യ. സംയുക്ത വികസന പദ്ധതികൾ വേഗത്തിലാക്കാനും ധാരണ. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം. കേന്ദ്രത്തിനെതിരെ രാഹുൽ ഗാന്ധി. മണിപ്പൂർ ജനങ്ങളും കണ്ണീര് തുടച്ചില്ലെന്ന് കുറ്റപ്പെടുത്തൽ. മണിപ്പൂരിലെ വേദന താൻ മനസ്സിലാക്കുന്നുവെന്നും രാഹുൽ. അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച എം മുകുന്ദൻ. സിംഹാസനത്തിലിരിക്കുന്നവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞവർ. വ്യക്തിപൂജ പാടില്ലെന്നും മുകുന്ദൻ. എം പിയുടെ വിമർശനം തള്ളാത്ത CPM. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറെന്ന MV ഗോവിന്ദൻ. വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ CPM. കേന്ദ്ര നീക്കം രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് KK ശൈലജ. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നും ശൈലജ. പുണ്യദർശനം കാത്ത ഭക്തലക്ഷങ്ങൾ. മകരവിളക്കിൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ടെങ്കിലും എ ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ MP. ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ടായിരുന്നവർ ചിതറിപ്പോയിട്ടില്ല, പോവുകയുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് പാളിച്ച പറ്റുന്നത്. എ ഗ്രൂപ്പിന്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രൂപ്പ് പാടില്ല എന്ന് യൂശ്വസി ജയ്സ്വാളിനും ദുബൈക്കും അർദ്ധ സെഞ്ചുറി. വിശദമായ വാർത്തകൾ. മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ ധാരണയായെന്ന് മാലദ്വീപ് ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പരസ്പര സഹകരണം കൂട്ടുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാലദ്വീപ് ഇന്ത്യ ഉന്നതതല സമിതിയിൽ വിശാലമായ ചർച്ച നടന്നെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്തി. നിലവിലുള്ള സംയുക്ത വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ വ്യോമസേനയുടെ സഹായം തുടരുമെന്നും ഇന്ത്യ പറഞ്ഞു. മാലദ്വീപ് വിദേശകാര്യ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ചും മാലദ്വീപ് ആവശ്യമുന്നയിച്ചിരുന്നു. മാർച്ച് 15-നകം പിൻവലിക്കാനാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയിൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കം. യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലെത്തിയില്ലെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കുകയോ അവരെ ചേർത്ത് പിടിക്കുകയോ ചെയ്തില്ല. എന്നാൽ മണിപ്പൂരിലെ വേദന താൻ മനസ്സിലാക്കുന്നുവെന്നും അതിനാലാണ് മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങണമെന്ന് താൻ ദൃഢനിശ്ചയമെടുത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. बीजेपी और आरएसएस के लिए मणिपुर हिंदुस्तान का भाग ही नहीं है. आपका जो दुख है, आपका दर्द है, वो उनका दुख, उनका दर्द नहीं है. मणिपुर बीजेपी की जो राजनीति है, बीजेपी की नफरत, आरएसएस की नफरत, उनका जो दृष्टिकोण है, उस विचारधारा का मणिपुर एक चिन्ह है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു. श्री राहुल जी की कुत्ता सिनग्रबगी तुंगा सेवादल की ഓർഗനൈസറിന് ഭരണഘടനയ്ക്കായുള്ള പോരാട്ടമാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. ജസ്റ്റിസ്
लिबर्टी, इक्वालिटी एंड फ्रेटर्निटी, इन चारों चीजों के लिए वो अपना पूरा समय और पूरा जो टारगेट है वो उन्होंने हासिल कर रहे हैं। और दूसरी एक चीज कि यहां से जो जा रहे हैं कम से कम इसमें 6,500 किलोमीटर वो चलेंगे। वो बस यात्रा से, पैदल से लोगों को ये मिलते रहेंगे। मैं समझता हूं इतनी बड़ी यात्रा हिंदुस्तान में पहला भी नहीं हुआ, आगे भी नहीं होगा, वो आज हो रहा है उनके नेतृत्व में। മണിപ്പൂരിലെ തൌബാലിലെ കോങ്ജോമിലെ യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ച ശേഷമാണ് രാഹുൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മാർച്ച് 20 മുംബൈയിലാണ് സമാപിക്കുക. മണിപ്പൂരിൽ ഒറ്റ ദിവസമാണ് യാത്ര. അസം, നാഗാലാൻഡ്, ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിങ്ങനെ 15 സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോകും. ബസ്സിലും കാൽനടയുമായി നീങ്ങുന്ന യാത്ര 6713 കിലോമീറ്റർ സഞ്ചരിക്കും. 110 ജില്ലകളിൽ യാത്രയെത്തും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്ന് മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദേവ്ര. വികസനത്തിന്റെ പാതയിലൂടെ നടക്കാനാണ് ഇനി തന്റെ തീരുമാനമെന്ന് മിലിന്ദ് പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് 55 വർഷം നീണ്ട കോൺഗ്രസുമായുള്ള യാത്ര അവസാനിപ്പിക്കുന്നതായി ദേവ്ര അറിയിച്ചത്. ലോക്സഭാ സീറ്റ് തർക്കത്തെ ചൊല്ലിയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. 2004-ലും 2009-ലും മുംബൈ സൌത്ത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മിലിന്ദ് ദേവ്ര 2014-ലും 2019-ലും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്തിനോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഉദ്ധവ് വിഭാഗം ഇത്തവണ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മിലിന്ദിന്റെ രാജിപ്രഖ്യാപനം. എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച സാഹിത്യകാരൻ എം മുകുന്ദനും നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അതൊഴിയണമെന്നും ജനങ്ങൾ വരുന്നുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. വ്യക്തിപൂജ പാടില്ല എന്നും KLF വേദിയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലെ ഈ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള എം സ്വരാജിന്റെ ചോദ്യത്തിനാണ് സാഹിത്യകാരൻ എം മുകുന്ദന്റെ മറുപടി. അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്കും എം മുകുന്ദന്റെ മുന്നറിയിപ്പ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിന് രുചി കഴിഞ്ഞവരാണ്. അവരവരുടെ എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്, അവരുടെ സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായൺ കോട്ടയത്തിലെ ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വരാനുള്ള തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ. സംവാദത്തിലെ പരാമർശങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ബാധകമെന്ന പിന്നീട് വ്യക്തത വരുത്തി. വ്യക്തിപൂജ പാടില്ല. EMS നേതൃപൂജകളിൽ ഒന്നുമുണ്ടായിരുന്നില്ലെന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനം അതിലൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല. വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. കേരള സാഹിത്യോത്സവ വേദിയിൽ MTയുടെ പരാമർശമുയർത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാന രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി കൂടുതൽ പേരെത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. MTയുടെ വിമർശനം തള്ളാതെ CPM. MTയുടെ പ്രസംഗം വിമർശനാത്മകമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു.
അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുറിച്ചു. പിണറായി വിജയനെ വേദിയിലിരുത്തി MD നടത്തിയ വിമർശനം CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിണറായി വിജയനും സർക്കാരിനുമെതിരെയാണ് MDയുടെ വിമർശനങ്ങളെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. എന്നാൽ 2003-ൽ MD എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ഇതുവരെ CPM നേതാക്കളുടെ ശ്രമം. ലേഖനത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും വിമർശനമാണെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. 2003-ൽ MD ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് AK ആന്റണിക്കെതിരായ വിമർശനമെന്ന് പറഞ്ഞില്ലെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അന്ന് അത് എഴുതുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അന്ന് 2003-ൽ ഇത് എഴുതുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ. അത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. ആരെയാ ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിയെ സംബന്ധിച്ചും CPM-നെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003-ൽ AK ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. 2003, 2023. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. നേതാക്കളും മന്ത്രിമാരും തുടർച്ചയായി മുഖ്യമന്ത്രി സ്തുതി നടത്തുന്ന സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് BJPയും UDF-ഉം ആഗ്രഹിച്ചാലും അടുത്തെത്താനാകാത്ത അത്രയും ദൂരത്തിൽ സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദന്റെ പരാമർശം. വ്യക്തിപൂജയും ബിംബവത്കരണവും എന്നും എതിർക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പച്ചയായ വ്യക്തിപൂജാ പരാമർശം നടത്തിയത് CPM കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സൂര്യനാണ്. അന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. MV ഗോവിന്ദന്റെ മുഖ്യമന്ത്രി സ്തുതിയെ EP ജയരാജനടക്കമുള്ള നേതാക്കളും ശരിവച്ചിരുന്നു. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന് നേരത്തെ മന്ത്രി VN വാസവനും വിശേഷിപ്പിച്ചിരുന്നു. ഇത്തരം സ്തുതികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യക്തിപൂജ തള്ളി CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ വിജയനെതിരായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന CPM. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് മകൾക്കെതിരായ അന്വേഷണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിത്. ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെയെന്നും CPM പ്രതിക്കൂട്ടിലാവില്ല എന്നും MV ഗോവിന്ദൻ. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. ഇടതുപക്ഷത്തിൽ ഇക്കാര്യത്തിൽ ധാരണയുണ്ടെന്ന് കെ ശൈലജ പറഞ്ഞു. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നും എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നും ശൈലജ കോഴിക്കോട് KLF വേദിയിൽ പ്രതികരിച്ചു. സ്ത്രീകൾക്ക് മുഖ്യമന്ത്രിയാണെന്ന് തടസ്സം, പക്ഷെ ഇപ്പോ അതിനാവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് ഞാനും പറയും. എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നുള്ള നിലയിൽ ആലോചിക്കുന്നുണ്ട്. ഒരു പാർട്ടി മാത്രമല്ല, ഒരു മുന്നണിയായിട്ടാണ് ഈ ഭരണ സംവിധാനം നിലനിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും ഈ സീറ്റ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം വരുമ്പോൾ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് അത്യധികമായിട്ടൊരു ലക്ഷ്യം വരും, അത് കൂടുതൽ സീറ്റിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം വരിക? എന്തായാലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ള ഒരു ധാരണ ഇടതുപക്ഷ പാർട്ടികളിലുണ്ട്. മകരവിളക്ക് ആഘോഷത്തിനായി സന്നിധാനമൊരുങ്ങി. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യമായ മനോഹരമായ ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ രാത്രി മുഴുവൻ ജനങ്ങൾ ഒന്നടങ്കം, തീർത്ഥാടകർ ഒന്നടങ്കം ഇവിടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് എത്തുന്നവരാരും തന്നെ മകരവിളക്ക് ദർശനം കഴിയാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇന്ന് ഏകദേശം 1,00,000-ഓളം പേർ, 80,000-ത്തിലധികം പേർ ഇന്ന് 18-ാം പടി കയറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന കണക്കുകൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇന്ന് ശരിക്കും 50,000 പേരെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും 50,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുഞ്ഞുങ്ങളടക്കമുള്ള തീർത്ഥാടകർ, മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും അടക്കമുള്ള അയ്യപ്പന്മാർ ഒട്ടേറെ പേരാണ് ഇന്ന് എത്തിയത്. ഇന്നലെ വൈകിട്ട് മുതലാണ് തിരക്ക് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഇന്നും വലിയ തോതിലുള്ള ജനസഞ്ചയമാണ് സന്നിധാനത്തും പരിസരത്തും കാണുന്നത്. പമ്പയിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. നാളെയാണ് ആ ദിവസം. ഇത്രയും നാൾ കാത്തിരുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായുള്ള മകരജ്യോതി ദർശനത്തിൻ്റെ സമയം നാളെ മണിക്കൂറുകൾ മാത്രമാണ് നമുക്കിനി കാത്തിരിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ വ്രതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും എല്ലാം സമ്മിശ്ര രൂപമായ ഏറ്റവും മനോഹരമായ ആ മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരു ദർശനം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യൻ്റെ ഒപ്പമുണ്ട്. ഡാൻ, സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുമെന്നാണ് പോലീസും അധികാരികളും പറയുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഇന്ന് മാത്രം ഏതാണ്ട് നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ 50,000 പേരാണ് ഈ ഓൺലൈനായി ബുക്ക് ചെയ്തിരിക്കുന്നതിലും ഇന്നലെ മുതൽ ഇവിടെ എത്തിയവർ തങ്ങുകയാണ് പർണശാലകൾക്കിടെ. അപ്പോൾ ഏതാണ്ട് 1,00,000-ത്തിലധികം ആളുകൾ ഇന്ന് രാത്രിയിൽ മാത്രം സന്നിധാനത്തും പരിസരത്തുമായി തങ്ങുന്നുണ്ട്. അവർക്ക് പുറമെ ഏതാണ്ട് 1,00,000 ആളുകൾ കൂടി നാളെ വൈകുന്നേരം 6:30 മുമ്പായി ഇവിടേക്ക് എത്തുമെന്നാണ് കണക്കൂട്ടൽ. അതായത് ആ തങ്കയങ്കി ഘോഷയാത്ര അത് കടന്നു വരുന്ന തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന ആ സമയത്ത് അത് അപ്പാച്ചിമേട്ടിൽ എത്തുന്നത് വരെ ഭക്തരെയും കടത്തി വിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നാളെ വൈകുന്നേരം 6:30-ക്ക് മുന്നോടിയായി ഈ ഒരു 2,50,000 ആളുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സന്നിധാനത്തും പരിസരത്തുമായി തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് സുരക്ഷിതമായി ദർശനം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. അന്നദാന മണ്ഡപങ്ങൾ സജ്ജമാണ്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾ എത്തുന്നതുകൊണ്ട് അവർ വനമേഖലയിലേക്ക് മറ്റും രാത്രി കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഇറങ്ങും. അവിടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട്. ഇഴജന്തുക്കളുടെ അടക്കം ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവിടേക്കൊന്നും പോകരുത്, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെയെല്ലാം വെളിച്ചം, വെള്ളം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ പോലീസിനെയും അധികൃതരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് സുഗമമായി ഭക്തർ മലയിറങ്ങുന്നതുവരെ അവരുടെ ഒരു ടാസ്ക് അത് അങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട്. ആ വലിയ ദൗത്യമാണ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രം ഏതാണ്ട് 2,500 ഉദ്യോഗസ്ഥർ ADGPയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ പുല്ലുമേട്ടിൽ, അതോടൊപ്പം തന്നെ പരുന്തുംപാറ ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളിലും
ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷിതമായി ദർശനം നടത്തുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് പ്രസിഡന്റ് അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ പരിസരത്തൂടെ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, വലിയ നടപ്പന്തലിലെല്ലാം തന്നെ ആളുകൾ വിരിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ഇവിടങ്ങളെല്ലാം തന്നെ അവർക്ക് തങ്ങാനുള്ള ഒരു ഇടമായി അവർ കണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ന് ആരെയും നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയും ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നില്ല. മാലയിട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അവർ ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ആളുകൾ മല ചവിട്ടും, അവർക്ക് മല കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം, അതോടൊപ്പം എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിന്, അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അന്നദാന മണ്ഡപങ്ങളിലടക്കം ഒരുക്കിയിട്ടുണ്ട്. 2.5 ലക്ഷം പേർക്ക് ഇവിടെ രാത്രി തങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 2.5 ലക്ഷം പേർക്ക് തങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 3 ലക്ഷത്തോളം ആളുകൾ വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അവർക്കെല്ലാം തന്നെ സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്ന, വളരെ സുഗമമായ ദർശനം സാധ്യമാക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തീർത്ഥാടകർക്കും, ഓരോ തീർത്ഥാടകനും അവരുടെ ജന്മസായുജ്യമായ മകരജ്യോതി ദർശനം സാധ്യമാകുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അയോധ്യ ഒരുങ്ങുന്നു. സരയൂ നദിയുടെ തീരത്ത് പർണശാലകളും ഹോമകുണ്ടങ്ങളും ഒരുങ്ങുകയാണ്. 100 ഏക്കറിൽ ഒരു കൂടാര നഗരം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. 21,000 പൂജാരിമാർ പങ്കെടുക്കുന്ന മഹായാഗമാണ് നടക്കുക. അയോധ്യയിലെത്തിയാൽ നമുക്ക് ഒരുപാട് കൗതുകകരമാർന്ന, വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അതിലൊന്നാണ് ഈ കാണുന്ന ഈ സരയൂ നദി കരയിൽ ഒരുങ്ങുന്ന 108 യജ്ഞകുണ്ടങ്ങളും 1008 ശിവലിംഗാലയങ്ങളും. അവിടെ താമസിക്കാൻ വരുന്ന സ്വാമിമാരാണ്. അവർ പ്രത്യേക തരത്തിലാണ് അവരുടെ ഓരോ ചടങ്ങുകളും മറ്റും. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. हम लोग खाकचौक श्री हनुमान मंदिर बद्रीनाथ धाम, वहाँ सारी टीम हमारी वहीं की है कि 550 वर्षों के बाद ये मौका मिला, ये बहुत बड़ी बात है. हमारे बच्चे छोटे छोटे 500 वर्षों से यही सुनते आ रहे थे कि मंदिर टूटा, मंदिर टूटते हुए देखा, जब दुनिया भर की इसी प्रकार की बातें. लेकिन आज सौभाग्य प्राप्त हो रहा है उन बच्चों को भी, उन पूरी जितने भी लोग संसार में आज विराजमान हैं, सब मंदिर को बनते हुए देख रहे हैं. പ്രതിഷ്ഠാ ദിവസം ഇവിടെ തമ്പടിക്കുന്ന നിരവധി സ്വാമിമാരുണ്ട്. അവർക്ക് തങ്ങളുടെ യജ്ഞം നടത്താനുള്ള പ്രത്യേക ഈ യജ്ഞകുണ്ടങ്ങളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 108 യജ്ഞകുണ്ടങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. 1008 ശിവലിംഗാലയങ്ങളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു അയോധ്യ എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് സന്യാസിമാർ ഇവിടെ എത്തും. അവരുടെ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് ഇവിടത്തേക്ക് ക്ഷണമുണ്ട്. സരയൂ നദിയുടെ തീരത്ത് 1008 ശിവലിംഗങ്ങൾ പൂജിക്കും. തുടർന്ന് നിമഞ്ജനം ചെയ്യും. നർമ്മദാ നദിയിൽ നിന്നുള്ള കല്ലുകളിൽ തീർത്തവയാണ് ശിവലിംഗങ്ങൾ. സൂറത്തിൽ നിന്നുള്ള വ്യാപാരികൾ നൽകുന്നത് 31,500 കിലോഗ്രാം നെയ്യ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണത്താൽ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറമെ തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിനും ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം തൃപ്രയാറിലെത്തിയേക്കുമെന്നാണ് വിവരം. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായുള്ള ഉന്നതതല യോഗം ചേർന്നു. ജോസ് കെ മാണി വിഭാഗത്തെ പെട്ടെന്ന് പോയി UDF-ലേക്ക് ക്ഷണിക്കാനില്ലെന്ന് ബെന്നി ബെഹനാൻ MP.
UDF-നെതിരെ പരാതി പറഞ്ഞു പോയവർ LDF-ൽ പരാതിപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ്. അവഗണനയുമായി അവിടെ തുടരണമോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. കേരള കോൺഗ്രസിനെ തങ്ങളായിട്ട് മുന്നണിയിൽ നിന്ന് കളഞ്ഞതല്ല. UDF ആശയം ഉൾക്കൊള്ളുന്ന ആർക്കും മുന്നണിയിലേക്ക് വരാം. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടതിൽ താൻ അനാവശ്യമായി പഴികേട്ടെന്നും ബന്നി ബഹനാൻ ന്യൂസ് 18നോട്. കായിക വാർത്തകൾ. അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പര. ഇന്ത്യയ്ക്ക് രണ്ടാം T20യിൽ 6 വിക്കറ്റ് ജയിച്ചതോടുകൂടിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഓപ്പണർ യശസ്വി ജയ്സാളിന്റെയും ശിവം ദുബൈയുടെയും തകർപ്പൻ ബാറ്റിംഗാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. ആദ്യ മത്സരത്തിൽ പുറത്തിരുന്ന ശേഷം മടങ്ങിയെത്തിയ ജയ്സ്വാൾ 34 പന്തിൽ നിന്ന് 5 ഫോറും 6 സിക്സും അടക്കം 68 റൺസ് എടുത്തു. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ദുബായ് 32 പന്തിൽ നിന്ന് 5 ഫോറും 4 സിക്സും അടക്കം 63 റൺസോടെ പുറത്താകാതെ നിന്നു. മൂന്നാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്ത് 92 റൺസാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ അഫ്ഗാൻ 172 റൺസിന്റെ വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യ 15.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാം T20 ബുധനാഴ്ച ബംഗളൂരുവിൽ നടക്കും. വാർത്തകൾ നോക്കാം വേഗത്തിൽ. തൃശൂർ പരുവക്കുന്ന് ഫെസ്റ്റിൽ 2 ടീമുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ നന്ദിരത്ത് ഗോപാലകൃഷ്ണനാണ് ഇടഞ്ഞത്. കൂട്ടി എഴുന്നള്ളിപ്പിനിടെ 2 ക്ലബ്ബുകൾ തമ്മിൽ ആനയുടെ മുൻപിൽ നിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ സംഘർഷത്തിനിടെയാണ് ആനയിടഞ്ഞതെന്ന് പോലീസ്. വിതുരയിലെ വനത്തിൽ കുട്ടിപ്പുലി ചത്ത നിലയിൽ. വിതുര കുളിച്ചിപ്പാറയിലാണ് സംഭവം. ഉച്ചയോടുകൂടിയാണ് പ്രദേശവാസികൾ കുട്ടിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വയനാട് വാകേരി മൂടക്കൊലിയിൽ വീണ്ടും കടുവയിറങ്ങി. മൂടക്കൊലി സ്വദേശി ശ്രീജിത്തിന്റെ പന്നി ഫാമിലെ 6 പന്നികളെ കടുവ കൊന്നു. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒരു ആവേശവുമില്ലെന്ന് കെ മുരളീധരൻ. നടപടി ഉണ്ടാവുമെന്ന് കേന്ദ്രവും വേട്ടയാടലെന്ന് CPM-ഉം പറയുന്നു. പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവമാണെന്ന് മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ലത്തീൻ കത്തോലിക്ക സഭ. കേരള സർക്കാർ എല്ലാവരുടേതായി തോന്നുന്നില്ലെന്ന് KRLCC പ്രസിഡന്റ് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. പ്രധാനമന്ത്രി ക്രൈസ്തവ പുരോഹിതർക്ക് നൽകാവുന്ന ക്രിസ്മസ് വിരുന്ന് സൗഹൃദ യോഗമാണെന്നും ബിഷപ്പ്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 82 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുതാൽപര്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദം വേണ്ട. സഹകരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം. കുറച്ചുകൂടി പ്രായോഗിക സമീപനം പ്രതിപക്ഷം സ്വീകരിക്കണമെന്നും ധനമന്ത്രി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെ മുരളീധരൻ. എന്നാൽ യോജിച്ച സമരത്തിന് ഇപ്പോഴില്ല എന്നും കെ മുരളീധരൻ. റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനങ്ങൾ നാളെ മുതൽ കേരളത്തിലുടനീളം. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ജിയോ എയർ ഫൈബർ ലഭ്യമായിരുന്നത്. സെപ്റ്റംബർ 19 രാജ്യത്ത് ജിയോ എയർ ഫൈബറിന് തുടക്കമിട്ടത്. ജിയോ എയർ ഫൈബർ പ്ലാനിൽ 30 Mbps സ്പീഡിൽ അൺലിമിറ്റഡ് ഡേറ്റ 599 രൂപയ്ക്ക് ലഭ്യമാകും. കൂടാതെ 100 Mbps സ്പീഡിൽ 899 രൂപയുടെയും പ്ലാനുകൾ ലഭ്യമാണ്. 1199 രൂപയുടെ പ്ലാനിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ജിയോ സിനിമ പ്രീമിയം ഉൾപ്പെടെ 16 OTT പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാകും. മറ്റ് 2 പ്ലാനുകളിലും 14 OTT ആപ്പുകൾ ലഭ്യമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775, പവന് 46,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം. ഈ പരിപാടി